നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റാഗിപ്പൊടി കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ ഹെൽത്തിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള ഇടിയപ്പവും ഒപ്പം തന്നെ ഉള്ളിയൊന്ന് വഴറ്റി സമയം കളയാതെ കുക്കറിൽ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു ഗ്രീൻ പീസ് കറിയുമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇടിയപ്പത്തിന് വേണ്ട ഒരു മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് അളവിൽ റാഗിപ്പൊടി അളന്നെടുക്കാം. കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒട്ടും തരിയില്ലാത്ത വറുത്ത റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. വീട്ടിൽ പൊടിച്ചെടുക്കുന്ന പൊടിയാണെങ്കിൽ അരിപ്പൊടി വറുക്കുന്ന പോലെ ഒന്ന് വറുത്തെടുത്തിട്ട് വേണം ഇതിലേക്ക് എടുക്കാനായിട്ട്. ഇനി നമുക്ക് പൊടിയൊന്ന് കുഴച്ചെടുക്കാൻ ആവശ്യമായ വെള്ളമൊന്ന് തിളപ്പിച്ചെടുക്കാം. 1 കപ്പ് പൊടിക്ക് 1 കപ്പ് അളവിലാണ് തിളച്ച വെള്ളം വേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരു അളവ് കപ്പില്ലെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ പൊടി അളന്നെടുക്കുന്നത് അതേ പാത്രത്തിൽ അതേ അളവിൽ തന്നെ വെള്ളവും അളന്നെടുത്താൽ മതി. ഇതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം സ്റ്റവ് ഓൺ ചെയ്ത് നമുക്ക് ഈ വെള്ളമൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ ഉടനെ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് ഉടനെ തന്നെ നമുക്കിത് ചൂടോടെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റാഗിപ്പൊടിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വെള്ളം പൊടിയിലേക്ക് ഒരുമിച്ചൊഴിക്കാതെ ഇതുപോലെ കുറച്ച് കുറച്ചായി ഒഴിച്ച് പൊടിയുടെ എല്ലായിടത്തും വെള്ളം ഒരേപോലെ ആകുന്ന വിധത്തിൽ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. വെള്ളമെല്ലാം ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞ് കയ്യിലെടുത്ത് കഴിക്കാൻ പാകത്തിന് ചൂടായി കിട്ടും വരെ 3-4 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം ഇനി നമുക്കിത് കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് മയപ്പെടുത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ടൊന്ന് കുഴച്ച് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള എളുപ്പത്തിന് 2 ഭാഗങ്ങളായിട്ടൊന്ന് തിരിച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാവ് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുൻപ് മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് സേവനാഴിയിലും ഇടിയപ്പത്തിൻ്റെ ചില്ലിലും നമുക്കിതുപോലെ കുറച്ച് ഓയിൽ തേക്കാം. ഇനി നമുക്ക് ഈ മാവ് സേവനാഴിയിലേക്ക് ഇട്ട ശേഷം ആവിത്തട്ടിലൊന്ന് പരത്തിയെടുക്കാം. അതിനു മുമ്പായിട്ട് വെന്തതിന് ശേഷം ഇടിയപ്പം പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വിട്ട് കിട്ടാനായിട്ട് ആവിത്തട്ടിൽ ഇതുപോലെ കുറച്ച് ഓയിൽ തേക്കാം. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇടിയപ്പത്തിൽ തേങ്ങ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ആദ്യം തന്നെ കുറച്ച് ചിരകിയ തേങ്ങ ഇട്ട ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ കുഴച്ചെടുത്ത മാവെല്ലാം ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ആവിപ്പാത്രത്തിൽ കുറച്ച് വെള്ളമൊന്ന് തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന 2 തട്ട് ഇടിയപ്പങ്ങളും ഇറക്കി വയ്ക്കാം. വെള്ളമൊന്ന് തിളച്ച് ആവി ഒന്ന് തുടങ്ങുമ്പോൾ ഇതൊന്ന് മൂടി വെച്ച് ഒരു മീഡിയം തീയിൽ 8 മുതൽ 10 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇടിയപ്പം ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു റാഗി ഇടിയപ്പത്തിന് അനുയോജ്യമായ നല്ലൊരു ഗ്രീൻ പീസ് കറി തയ്യാറാക്കാം. അതിനായിട്ട് 1/4 കപ്പ് ഗ്രീൻ പീസ് 5 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്ത ശേഷം കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ മുറിച്ചെടുത്ത് ചേർക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വെന്തുടച്ചെടുക്കാനുള്ളത് കൊണ്ട് ഏത് വലുപ്പത്തിലും ഇതൊന്ന് മുറിച്ചെടുത്ത് ചേർക്കാവുന്നതാണ്. ഒപ്പം തന്നെ 1 കഷ്ണം ക്യാരറ്റ് ഇതുപോലെ ചെറുതായി അരിഞ്ഞതും 1 കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും 1 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഇതെല്ലാം ഒന്ന് മുങ്ങിക്കിടന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം ഒഴിക്കാം. ഞാനിതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു മീഡിയം തീയിൽ 4-5 വിസിലടിച്ച് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കുക്കറിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഗ്രീൻ പീസ് ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായ അത്രയും വിസിലടിച്ചെടുത്താൽ മതി. 5 വിസിലടിച്ച് പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. നമ്മുടെ ഗ്രീൻ പീസും പച്ചക്കറികളും എല്ലാം ഒരുപാട് വെന്തുടഞ്ഞ് പോകാത്ത വിധത്തിൽ പാകത്തിനൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ 3/4 ഭാഗത്തോളം പച്ചക്കറികൾ ഇതുപോലെ തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കറിക്ക് നല്ലൊരു സ്വാദും കൊഴുപ്പും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റവ് ഓൺ ചെയ്ത് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ ചേർക്കാം. മീഡിയം സൈസിലുള്ളൊരു തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ട് അതിൻ്റെ 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ചേർത്താൽ പിന്നെ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ സമയം നമുക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർക്കാം. ഇതിലിപ്പോൾ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 തണ്ട് കറിവേപ്പിലയും 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
തേങ്ങാപ്പാൽ ചേർത്ത കറി ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ കറി ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വരും. ഇതുപോലെ നന്നായിട്ടൊന്ന് തണുത്ത് കുറുകിയതിന് ശേഷം കഴിക്കുന്നതാവും കൂടുതൽ നല്ലത്. ഇടിയപ്പം വേവാനായി വെച്ചിട്ട് ഏകദേശം 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പം എല്ലാം പാകത്തിനൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ സാധാരണ ഇടിയപ്പം പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അരിഭക്ഷണങ്ങളും എണ്ണയുമൊന്നും അധികം കഴിക്കാൻ കഴിയാത്ത പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് ഇത് നല്ലൊരു പ്രഭാത ഭക്ഷണമാണ്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്